ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം ലോക മാധ്യമങ്ങളിൽ വൻ ചർച്ചയായിരിക്കുന്നു. യുക്രൈൻ പ്രസിഡന്റിനെ മോദി ആലിംഗനം ചെയ്തത് കുട്ടികളുടെ യുദ്ധസ്മാരകത്തിൽ വെച്ചായിരുന്നു. മോദിയുടെ സന്ദർശന സമയത്ത് കീവിൽ റഷ്യ ആക്രമണം നടത്തിയില്ല എന്നതും പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നു. പി ജെയിംസ് വിശദാംശങ്ങൾ ചേരും. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ ഒരു ലോക ശ്രദ്ധ വീണിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധം ലോക ശ്രദ്ധയിൽ നിൽക്കുന്നത് കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതാദ്യമായി ഉക്രൈൻ രൂപീകരിച്ചതിന് ശേഷം അവിടെ യാത്ര നടത്തുകയാണ്. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഇതുവരെ ഉക്രൈനിൽ എത്തിയിട്ടില്ല. എന്തായാലും മോദിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സമയത്താണ് അവിടെ എത്തിയത്. പ്രത്യേകിച്ച് റഷ്യയിലേക്ക് ഉക്രൈൻ സേന ഇരച്ചു കയറുകയും 1300ഓളം സ്ക്വയർ കിലോമീറ്റർ പിടിച്ചടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഒരു മധ്യസ്ഥതയുടെ ഒരു ശ്രമം നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇതിൽ ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് യുദ്ധസ്മാരകത്തിൽ കീവിലെ കുട്ടികളെ അടക്കിയ യുദ്ധ സ്മാരകത്തിൽ നിന്ന് അവർ ആലിംഗനം ചെയ്തപ്പോൾ രണ്ടുപേരുടെയും മുഖഭാവങ്ങൾ വരെ ലോകമാധ്യമങ്ങളിൽ ചർച്ചയാണ്. വളരെ വൈകാരികമായതോടുകൂടിയാണ് ഈ കുട്ടികളുടെ കുറച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങുന്നു എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു. വ്ളാഡിമിർ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാവി പൗരന്മാരായിട്ടുള്ള ഒരുപാട് പേർ റഷ്യൻ ആക്രമണത്തിൽ അകാലത്തിൽ മരിച്ചു പോയതിൻ്റെ ദുഃഖം ആ ചിത്രത്തിലുണ്ട്. അപ്പോൾ ആലിംഗനം ഒരുപക്ഷെ ലോക ശ്രദ്ധയിൽ തന്നെ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ 2 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ആലിംഗനം നടന്നിരുന്നു മോസ്കോയിൽ. ആ ആലിംഗനം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോസ്കോ സന്ദർശനത്തിനിടയെ നടത്തിയ ആലിംഗനം. പക്ഷേ അത് നിർഭാഗ്യവശാൽ അവിടെ യുക്രൈനിൽ നടത്തിയ ആക്രമണ സമയത്താണ് ഇത് സംഭവിച്ചത്. അവിടുത്തെ കുട്ടികളുടെ ആശുപത്രിക്ക് മേൽ ആണ് അന്ന് ബോംബ് വീണത്. 28 കുട്ടികൾ, ഉക്രൈൻ കുട്ടികൾ കൊല്ലപ്പെട്ടു. അന്നാണ് മോദിക്കെതിരെ വിമർശിച്ചത് വ്ളാഡിമിർ സെലൻസ്കി. അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയെ ആലിംഗനം ചെയ്യുന്ന ചിത്രം വളരെ മോശമായി പോയി, അപമാനകരമായി എന്നുള്ള രീതിയിൽ പ്രതികരിക്കുകയും ഏതായാലും അതിനൊരു ബാലൻസിങ് ആക്ടായി അതേ നരേന്ദ്രമോദി തന്നെ ഉക്രൈനിലെത്തി അന്ന് കൊല്ലപ്പെട്ട കുട്ടികളുടെ മുമ്പിൽ അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വ്ളാഡിമിർ സെലൻസ്കിയെ ആലിംഗനം ചെയ്തത് ചരിത്രത്തിലെ വലിയ സംഭവമായി. ഒരുപക്ഷെ ഒരു പ്രായശ്ചിത്തം നിറവേറ്റിയെന്ന രീതിയിൽ തന്നെയാണ് അതിനെ ലോക മാധ്യമങ്ങൾ കാണുന്നത്. എന്തായാലും യുദ്ധസ്മാരകത്തിൽ നടത്തിയ ആലിംഗനം ഏറെ ചർച്ചയായിരിക്കുന്നു. എന്ന് മാത്രമല്ല, റഷ്യയിലേക്ക് ഇപ്പോഴും ഉക്രൈൻ സേന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കീവിൽ നമ്മളൊക്കെ ഒരുപക്ഷെ ഭയപ്പെട്ടിരുന്നതാണ്. കാരണം കീവിൽ ആക്രമണം നടത്തുകയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ സൈന്യം എല്ലായിടത്തും ആക്രമണം നടത്തുകയാണ്. ഇങ്ങനൊരു സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി കീവിൽ പോകേണ്ടതില്ല എന്നാണ് ഈ നയതന്ത്ര വൃത്തങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ പ്രധാനമന്ത്രി ഒരുപക്ഷെ ഒരു സ്റ്റെപ്പ് കൂടുതൽ എടുത്തുകൊണ്ടാണ് ട്രെയിനിലൂടെ അവിടുന്ന് പോളണ്ടിൽ നിന്ന് ട്രെയിൻ യാത്ര 10-12 മണിക്കൂർ നടത്തിയാണ് കീവിലെത്തിയത്. അവിടെ വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് ധാരാളം ചർച്ചകൾ നടത്തി. ഉക്രൈനുമായിട്ട് വലിയ വ്യാപാര ബന്ധമുണ്ട് ഇന്ത്യക്ക്. ഇന്ത്യ ഭക്ഷ്യ സംസ്കരണ രംഗത്ത്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ മേഖലയിൽ, കൃഷി മേഖലയിൽ, വ്യാവസായിക രംഗത്തൊക്കെ പുതിയ കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ റഷ്യക്ക് എത്ര ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്തായാലും റഷ്യയുടെ ഒരു ആശീർവാദം ഇതിന് പിറകിലുണ്ടോ എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു. കീവിൽ ആക്രമണം നടത്താതെ റഷ്യ മാറി നിന്നത് ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ട് കൂടി കാണുന്നുണ്ട് ലോകമാധ്യമങ്ങൾ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. മറ്റൊരു കാര്യം, ഈ കെയ്റോയിൽ നടന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം തീർക്കാനുള്ള ചർച്ച വിജയിക്കാതെ പരാജയപ്പെട്ടു പോയി എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഖത്തറിലെ ദോഹയിൽ നടന്ന ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന ആദ്യ റൗണ്ട് ചർച്ച വിജയിച്ചിട്ടില്ല. ഇസ്രായേലും ഹമാസും കടുംപിടുത്തത്തിൽ നിൽക്കുകയാണ്. അവിടെ ഈജിപ്തുണ്ട്, ഖത്തറുണ്ട്, അമേരിക്കയുടെ പ്രതിനിധികളുണ്ട്. എന്തായാലും ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് ഹമാസിൻ്റെ അവസാന പോരാളിയെയും തോൽപ്പിച്ചിട്ടേ ഞങ്ങൾ പിൻവാങ്ങുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അവർ ബന്ദികളെ ഉടൻ വിട്ടുതരിക എന്നാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. പക്ഷേ ബന്ദികളെ വിടണമെങ്കിൽ ഇസ്രായേൽ ഗസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്ന നിലപാടിൽ
ഉറച്ചു നിൽക്കുകയാണ് ഹമാസ്. അതുകൊണ്ട് തന്നെ ചർച്ച വിജയിച്ചിട്ടില്ല. ഇതിനിടയിൽ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഗസയിൽ, തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ, അതുപോലെ തന്നെ മധ്യ ഗസയിൽ ആക്രമണം ശക്തമായി തുടരുന്നു. പുതുതായിട്ട് നേരത്തെ 10 മാസം മുമ്പ് എവിടെയാണോ യുദ്ധം ആരംഭിച്ചത് ആ വടക്കൻ ഗസയിലെ ജബാലിയ മറ്റേ അഭയാർത്ഥി ക്യാമ്പ് അടക്കമുള്ളവിടത്തേക്കും കൂടി ഇസ്രായേലിൻ്റെ ആക്രമണം നീണ്ടിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ലെന്നാണ് ഹമാസിൻ്റെ ആരോപണം. എന്തായാലും ആ തരത്തിലുള്ള ആക്രമണങ്ങൾ പരസ്പരം നടക്കുമ്പോൾ തന്നെ ലെബനോനിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തീ തുപ്പുകയാണ്. ലെബനൻ താഴ്വരകളിലൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു. ലെബനനിൽ നിന്ന് ഇസ്രായേലിൻ്റെ വടക്കൻ ഇസ്രായേലിലേക്ക്, വടക്കൻ ഇസ്രായേലാണ് അതിർത്തിയായിട്ട് വരുന്നത് ലെബനൻ്റെ, വടക്കൻ ഇസ്രായേലിലേക്ക് ഇന്ന് 15 കേന്ദ്രങ്ങളിൽ ഒരു മിനിറ്റ് ജെയിംസ്,